ഓം അമൃതേശ്വര്യേ നമ. ഒരു രാമായണ മാസം കൂടി. അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്നോർക്കാം. ഹരിശ്ചന്ദ്രനെ പോലെയുള്ളവർ ജനിക്കണമെങ്കിൽ രാമായണത്തിൻ്റെതുപോലുള്ള നല്ല സംസ്കാരം കുടുംബജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. മുതിർന്നവർ മാതൃകയാകണം. രാമായണം നോക്കൂ മക്കളെ. പരമശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണത്. ശിവൻ കുടുംബനാഥനാണ്, പാർവതി ഗ്രഹത്തിലെ അമ്മയാണ്. ഇതുപോലെയുള്ള ഈശ്വരകാര്യങ്ങൾ പറഞ്ഞു കേട്ട് വേണം മക്കൾ വളരാൻ. അങ്ങനെ വളരുന്ന മക്കൾ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും എന്തിന് ലോകത്തിനും വരെ അനുഗ്രഹമായിരിക്കും. എപ്പോഴും രാമനെ തന്നെ ചിന്തിക്കണം, അതായത് ധർമ്മത്തെക്കുറിച്ച്. പക്ഷേ രാമൻ അടുത്തുള്ളപ്പോൾ സീത പൊന്മാനു വേണ്ടി ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന് അധീനിയായി. അപ്പോൾ രാവണന്റെ പിടിയിലുമായി. രാവണന്റെ തടവിൽപ്പെട്ടപ്പോൾ സീതയുടെ മനസ്സ് സദാ രാമന് വേണ്ടി ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. അതിന് ഫലമുണ്ടായി. രാമൻ അവിടെ എത്തി, സീതയെ മോചിപ്പിച്ചു. ഏതു പ്രശ്നങ്ങളിലും എൻ്റെ മക്കൾ ഈശ്വരനെ തന്നെ ചിന്തിക്കണം. ഭക്തിക്ക് കുലമോ പാണ്ഡിത്യമോ ഒന്നും വേണ്ട, ശുദ്ധഹൃദയം മാത്രം. അതല്ലേ ശബരിക്കുണ്ടായിരുന്നത്.